ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു കറി മാത്രം വെച്ചിട്ട് നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു തണ്ട് ചേമ്പിൻ തണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പപ്പായയും ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്ത ചെനച്ച് തുടങ്ങാത്ത പപ്പായയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചെറുത് ഇതേപോലെ ഒരു ചെറുത് തന്നെ മതി. അതുപോലെ തന്നെ ചേമ്പിൻ തണ്ട് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പീസൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് വലുപ്പം വേണ്ട എന്നൊരു ഇടത്തരം വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ചേമ്പിൻ തണ്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നടുക്ക് കീറിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ചേമ്പിൻ തണ്ടൊക്കെ നന്നായിട്ട് ചുരുങ്ങി കുറച്ചൊന്ന് കുറഞ്ഞതായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരെ ആവുന്നത് വരെ തന്നെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് ചുരുങ്ങി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങയിൽ നിന്നൊരു 1/4 ഭാഗത്തോളം ചിരകിയെടുത്തതാണ് ഞാൻ ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 3-4 ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ 2-3 വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടിയിലത്തേത് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എല്ലായിടത്തും ഒരേപോലെ നമുക്കിത് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് കിട്ടുള്ളൂ. ഇനി ചെറിയൊരു തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മളെടുക്കുന്ന ജീരകത്തിൻ്റെ, വലിയ ജീരകത്തിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് ആ ഒരു കറിയിൽ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉലുവയുടെയും കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിൽ വെക്കരുത്. സ്റ്റൗവിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞ് പിടിച്ച പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ചേമ്പിൻ തണ്ടും പപ്പായയൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഇതേപോലെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. അത് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം താഴ്ത്തി വയ്ക്കാൻ മറക്കരുത്. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ചേമ്പിൻ തണ്ടിലും പപ്പായയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പച്ചക്കുത്തിലൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക കേട്ടോ. കുറച്ചൊന്ന് എണ്ണ തെളിയുന്നത് പോലെ ആവും, അതുവരെ നമ്മളൊന്ന് മൂടി വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആ പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മണമൊക്കെ നമുക്കിത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പൊടികളെല്ലാം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ആവുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതേപോലെ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത്
ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഒന്ന് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി ആ പപ്പായൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ജാറൊക്കെ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് തിക്കായ രീതിയിലുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്നുകൂടി അങ്ങോട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റും ആ ഒരു രൂപമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 അല്ലി പുളിയാണ് കേട്ടോ. അത് കുതിർത്തിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ മുന്നിലേക്ക് നിൽക്കാൻ പാടില്ല. പുളിയുടെ ആ ഒരു ഇത് ചെറിയൊരു പുളിപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ടേസ്റ്റ് മുന്നിലേക്ക് ആവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പും നമ്മുടെ ആ ഒരു അരപ്പ് കാര്യങ്ങൾ എല്ലാം തന്നെ ആ ഒരു കറിയിലേക്ക് എല്ലായിടത്തും കിട്ടുന്നത് പോലെ ആവുന്നത് വരെ നമ്മളിതൊന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ലൊരു മണവും ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആ പപ്പായയും എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വറവിടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു 3-4 ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 3-4 വറ്റൽമുളക് കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കറി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് നല്ലൊരു കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനാണ് എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഒക്കെ എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിതാ ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.